വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പം ഇപ്പൊ വരുന്ന എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാവുന്ന ഒരു സെക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാമിനേഷൻസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ആദ്യം നമുക്ക് മനസ്സിലാക്കി പോകാം. അപ്പൊ ഇത് റിവിഷൻ പോലെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കി വെക്കും. അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പാഠമാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവരുന്നതാണ്. ഏതാണ്? അന്തരീക്ഷ മർദ്ദവും കാറ്റും. അപ്പൊ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് എടുത്ത് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അന്തരീക്ഷ മർദ്ദം എന്താണ്. എന്താണ് അന്തരീക്ഷ മർദ്ദം? അതായത് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ എന്ത് വിളിക്കുന്നു? അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നു. ഈ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കാറ്റിന് കാരണമാകുന്നത്. അപ്പൊ കാറ്റിന് കാരണമാണ് എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇനി ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരം എന്ന് പറയുന്നത്, ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരം എന്ന് പറയുന്നത് 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദത്തിൽ വായു ചെലുത്തുന്ന ഭാരം. ഇനി മനസ്സിലാക്കേണ്ടത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മെർക്കുറിക് ബാരോമീറ്റർ അല്ലെ, അല്ലെങ്കിൽ എന്താണ്? രസ ബാരോമീറ്റർ. രസ ബാരോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറിക് ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതാണ്? അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതാണ്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ് അന്തരീക്ഷ മർദ്ദം എന്താണ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ. എന്താണ് അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റുകൾ പഠിച്ചു? ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. അന്തരീക്ഷ വായു ചെലുത്തുന്ന മർദ്ദം എന്താണ്? അതാണ് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരം. ഒന്നുകൂടെ പറഞ്ഞേ. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ, അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ എന്ത് വിളിക്കുന്നു? അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറ്റുണ്ടാകാനുള്ള പ്രധാന കാരണം അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനം. അപ്പൊ എന്താണ് ഒന്ന് മനസ്സിലാക്കിയേ? കാറ്റുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനമാണ്. അപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭൗമ ഉപരിതലത്തിൽ നിന്നും വായു ചെലുത്തുന്ന ശരാശരി, ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണെന്ന് പറഞ്ഞു? 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്റർ ആണ് പഠിച്ചത്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരം എന്ന് പറയുന്നത് 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്റർ. ഇനി പഠിച്ചത് എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? പറഞ്ഞേ. ഇതാണ് രസ ബാരോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറിക് ബാരോമീറ്റർ. ഇനി അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഏകകങ്ങളാണ് അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. എന്താണ്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ സ്ഫടികക്കുഴലിന്റെ രസത്തിന്റെ നിരപ്പ്, അതായത് ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മൾ ഈ രസ ബാരോമീറ്റർ രസത്തിന്റെ നിരപ്പ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണ്. 76 സെന്റിമീറ്റർ ആണ് എന്താ ഈ രസ ബാരോമീറ്ററിലെ എന്താണ് നിരപ്പ്. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസ ബാരോമീറ്ററിലെ രസത്തിന്റെ നിരപ്പ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? അവിടുത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ ആണ്. 1013.2 മില്ലിബാർ ആണ്. മനസ്സിലാക്കിയത്. അപ്പൊ ശരാശരി അന്തരീക്ഷ മർദ്ദത്തില് രസ ബാരോമീറ്റർ രസത്തിന്റെ നിരപ്പ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ അല്ലെങ്കിൽ മില്ലി ബാറിൽ പറയുകയാണെങ്കിൽ എന്താണ്? 1013.2 മില്ലി ബാർ ആണെന്ന് ഓർത്തു വയ്ക്കുക. അതാണ് മനസ്സിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നോക്കിയേ, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ എന്തൊക്കെയാണ്? ഉയരം, താപം, ആർദ്രത. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ഉയരം, താപം, ആർദ്രത. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉയരം, താപം, ആർദ്രത. കിട്ടിയോ? ഇനി അടുത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉയരം കൂടുന്നു, അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അതായത് ഏകദേശം 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 10 മീറ്റർ ഉയരത്തേക്ക് പോകുമ്പോൾ 1 മില്ലിബാർ എന്ന ഗണത്തിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് അന്തരീക്ഷ മർദ്ദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു?
കുറയുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷമർദ്ദം ഉയരം കൂടുന്തോറും കുറയുന്നു. അതായത് ഒരു 10 മീറ്റർ ഏകദേശം 10 മീറ്റർ ഉയരം എത്തുമ്പോഴേക്കും 1 മില്ലിബാർ എന്ന ഗണത്തിൽ എങ്കിലും തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നതായിട്ട് മനസ്സിലാക്കാം. 10 മീറ്റർ ഉയരത്തിൽ പോകുമ്പോൾ 1 മില്ലിബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മുകളിലേക്ക് പോകുന്തോറും ഈ അന്തരീക്ഷമർദ്ദം കുറയാനുള്ള കാരണം എന്താണ്? അതായത് മുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. അപ്പൊ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് എന്ന് പറയുന്നത് അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞല്ലേ. മുകളോട്ട് പോകുന്തോറും വായുവിന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷമർദ്ദം കുറയുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മുകളിലോട്ട് പോകുന്ന ഉയരം കൂടുന്തോറും വായുവിന്റെ മർദ്ദം അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നതിന് പ്രധാന കാരണം വായുവിന്റെ അളവ് കുറയുന്നു. മനസ്സിലായോ? ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തെത്തുമ്പോൾ 1 മില്ലിബാർ എന്ന തോതില് അന്തരീക്ഷമർദ്ദം കുറയുകയാണ് കാണുന്നത്. ഇനി അങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഉയരം കൂടുന്തോറും വായുവിന്റെ അളവ് കുറയുന്നതിനാലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് നമ്മളോട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചോദ്യം, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതിന് അനുഭവപ്പെടുന്ന പ്രധാന കാരണം എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം എന്താണ്? ഉയർന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും വായുവിന്റെ അളവ് കുറയുന്നു. അപ്പോൾ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ അന്തരീക്ഷമർദ്ദത്തിലെ കുറവ് അല്ലെങ്കിൽ വായുവിന്റെ മർദ്ദത്തിലെ കുറവാണ് ഉയർന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെവി അടയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പൊ ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പഠിച്ചത്? അന്തരീക്ഷമർദ്ദവും വായുവും തമ്മിലുള്ള പോയിന്റ്സ് അന്തരീക്ഷമർദ്ദവും ഉയരം തമ്മിലുള്ള പോയിന്റ്സിൽ എന്തൊക്കെ പഠിച്ചു? ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദവും ഉയരവും വിപരീത അനുപാതത്തിലാണെന്ന പോയിന്റ് മനസ്സിലാക്കി അല്ലെ. ഇനി എന്താ പഠിച്ചത്? അതായത് ഒരു 10 മീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ 1 മില്ലിബാർ അന്തരീക്ഷമർദ്ദം കുറയുന്നതായിട്ട് 1 മില്ലിബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അത് ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദത്തിൽ കുറവ് അനുഭവപ്പെടുന്ന പ്രധാന കാരണം എന്താണ്? ഉയരം കൂടുന്തോറും വായുവിന്റെ അളവ് കുറയുന്നതിനാണ് ഇങ്ങനെ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. മനസ്സിലായപ്പോ ഉയരം കൂടുന്ന അന്തരീക്ഷമർദ്ദം കുറയുന്ന പ്രധാന കാരണം വായുവിന്റെ അളവ് കുറയുന്നു. അതുപോലെ നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്ന പ്രധാന കാരണം എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? അന്തരീക്ഷമർദ്ദവും ഉയരവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. അതിൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു. അപ്പൊ മനസ്സിലായോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ? അടുത്ത മനസ്സിലാക്കുന്നത് താപവും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള വ്യത്യാസമാണ്. താപവും അന്തരീക്ഷമർദ്ദവും എത്തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, താപവും അന്തരീക്ഷമർദ്ദവും റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. അതായത് വായു ചൂടാക്കുമ്പോൾ അല്ലെ, ചൂടാക്കുമ്പോൾ വായു എന്ത് സംഭവിക്കുന്നു? വായു എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. ചൂടാക്കുമ്പോൾ വായു വികസിക്കുന്നു. അങ്ങനെ വികസിക്കുന്ന വായു എല്ലായിടത്തും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. വായുവിന്റെ സാന്ദ്രത എന്ത് സംഭവിക്കുന്നു? സാന്ദ്രത കുറയുന്നു. അപ്പൊ ചൂടാക്കുമ്പോൾ വായു വികസിക്കുന്നു. വായു വികസിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നു? സാന്ദ്രത കുറയുന്നു. അപ്പൊ സാന്ദ്രത കുറവായതിനാൽ വായുവിന് മുകളിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നു. അപ്പൊ വായുവിന്റെ മർദ്ദം അവിടെ എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൂടാക്കുമ്പോൾ വായു വികസിക്കുന്നു. വായു വികസിക്കുമ്പോൾ ഇതിന്റെ സാന്ദ്രത കുറയുന്നു. അതിന് മുകളിലേക്ക് എത്ര ഉയരത്തിൽ പോകാൻ സാധിക്കും? സാന്ദ്രത കുറയുകയാണ്. അപ്പൊ വായു മുകളിലോട്ട് വരുന്നു. വായുവിന്റെ മർദ്ദം അപ്പൊ എന്താണ്? അന്തരീക്ഷമർദ്ദം എന്താണ്? അവിടെ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പൊ ഉയർന്നു പോകുന്ന വായു വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അത് പിന്നെ തണുക്കുകയാണ് ചെയ്യുന്നത്. തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വായുവിന്റെ സാന്ദ്രത കൂടുന്നു. അത് താഴോട്ട് പോകുന്നു. അപ്പൊ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷമർദ്ദം കൂടുന്നു. മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. വായു ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. വികസിക്കുന്ന വായു മുകളിലേക്ക് വരുന്നു. മുകളിലോട്ട് വരുമ്പോൾ എന്താണ്? സാന്ദ്രത കുറവായി. അപ്പൊ അതുകൊണ്ടാണ് മുകളിലേക്ക് വരുന്നത് അല്ലെ. മുകളിലോട്ട് ഉയരുന്നതോറും അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷമർദ്ദം കുറയുന്നു അല്ലെ. ഇനി തണുത്ത് താഴോട്ട് വരുന്ന സമയത്ത് വായുവിന്റെ സാന്ദ്രത കൂടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഉയർന്നു പോകുന്ന വായു വിവിധ വശങ്ങളിലേക്ക് പോകുമ്പോൾ തണുക്കുന്നു. അപ്പൊ തണുക്കുന്ന സമയത്ത് വായുവിന് എന്ത് ചെയ്യും? സാന്ദ്രത കൂടുന്നു. വായു സാന്ദ്രത കൂടുമ്പോൾ വായു താഴോട്ട് പോകുന്നു അല്ലെ. അപ്പൊ താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോഴത്തേക്ക് അന്തരീക്ഷമർദ്ദം അവിടെ എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷമർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ താപം കുറഞ്ഞു. ചൂട് കുറഞ്ഞപ്പോ തണുത്ത് താഴോട്ട് വന്നപ്പോ എന്ത് ചെയ്തു? അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്തു? കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയത് എന്താണ്? അതിന്റെ ഫലമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. എന്നാൽ താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ താപം അന്തരീക്ഷമർദ്ദം എന്താണ്? വിപരീത അനുപാതത്തിലാണ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാം. എന്താണ് താപവും അന്തരീക്ഷമർദ്ദവും മനസ്സിലാക്കിയ പ്രധാന കാര്യം എന്താണ്? ചൂടാക്കുമ്പോൾ വായുവിന് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ പറഞ്ഞേ. ചൂടാക്കുമ്പോൾ വായു വികസിക്കുന്നു. ചൂടാക്കുമ്പോൾ വായു എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇനി വികസിച്ച വായുവിന് എന്ത് സംഭവിക്കുന്നു? വികസിച്ച വായുവിന് സാന്ദ്രത കുറയുന്നു അല്ലെ. വികസിച്ച വായുവിന് സാന്ദ്രത കുറയും. കാരണം വായു വികസിക്കുമ്പോൾ വായു എല്ലായിടത്തും
പരക്കുന്നു. അപ്പൊ അതിന് സാന്ദ്രത കുറയുന്നു. അങ്ങനെ സാന്ദ്രത കുറഞ്ഞ വായു എല്ലായിടത്തും പോകുന്ന സമയത്ത് അതിന് എന്ത് സംഭവിക്കുന്നു? അത് തണുക്കുന്നു അല്ലെ? എല്ലായിടത്തും പോകുന്ന സമയത്ത് അത് തണുക്കുന്നു. വികസിച്ച് പോകുന്ന വായു തണുക്കുന്നു. തണുക്കുന്ന സമയത്ത് അത് തണുത്ത് താഴോട്ട് പോവുകയും ചെയ്യും. തണുക്കുന്ന സമയത്ത് അതിന് സംഭവിക്കുന്നു സാന്ദ്രത കൂടുന്നു. സാന്ദ്രത കൂടി അത് താഴോട്ട് പോകുന്നു. താഴോട്ട് പോകുമ്പോൾ പിന്നെ അന്തരീക്ഷ മർദ്ദം അവിടെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൂടാക്കുമ്പോൾ വായു മുകളിലേക്ക് വികസിച്ച് പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും അതിന്റെ ഭാഗത്തെ വായു താഴോട്ട് പോകുന്നു. അപ്പൊ അന്തരീക്ഷ മർദ്ദം അവിടെ എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ താപം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചൂട് നഷ്ടപ്പെടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. എന്നാൽ താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താപവും അന്തരീക്ഷ മർദ്ദം എന്താണ്? വിപരീത അനുപാതത്തിലാണ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് രണ്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് തണുപ്പേറിയ പ്രദേശങ്ങള് അപേക്ഷിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ അന്തരീക്ഷ മർദ്ദം എപ്പോഴും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായി? അപ്പം തണുപ്പേറിയ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങള് അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അപ്പൊ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കുറവെന്ന് പറഞ്ഞാൽ താപം കൂടിയിരിക്കും അല്ലെ? അപ്പൊ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. ഇനി തണുപ്പേറിയ സ്ഥലങ്ങളിലോ താപം കുറഞ്ഞിരിക്കും. അപ്പൊ അന്തരീക്ഷ മർദ്ദം എങ്ങനെ ഇരിക്കും? കൂടിയിരിക്കും. മനസ്സിലായോ? കിട്ടിയ പോയിന്റ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ 3 കാര്യങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഉയരം, താപം, ആർദ്രത. അപ്പൊ ഉയരവും താപവും നമ്മൾ പഠിച്ചത് എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അതെ, താപം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കി. അടുത്ത് മനസ്സിലാക്കാൻ പോകുന്ന ആർദ്രതയാണ്. അപ്പൊ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കിയ ആർദ്രത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പൊ ആർദ്രത എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആർദ്രത? ഒന്നുകൂടെ പറഞ്ഞേ. അന്തരീക്ഷ മർദ്ദത്തിലെ ജലാംശത്തിന്റെ അളവിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ആർദ്രത. മനസ്സിലായോ? അപ്പൊ ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തിലെ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നീരാവിക്ക് വായുവിനേക്കാൾ എന്താണ്? സാന്ദ്രത, അല്ലെങ്കിൽ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നീരാവിക്ക് വായുവിനെക്കാട്ടി ഭാരം കുറവാണ്. അപ്പൊ അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബാഷ്പീകരണം. എന്താണ്? ബാഷ്പീകരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ 3 പോയിന്റ് എന്തൊക്കെയാണ്? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിനെ അല്ലെങ്കിൽ ജലാംശത്തിന്റെ അളവിനെയാണ് എന്ത്? ആർദ്രത എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ആർദ്രത എന്ന് വിളിക്കുന്നു. ഇനി നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. ഇനി അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബാഷ്പീകരണം. ഇനി ജലം ബാഷ്പമാകുന്ന പ്രക്രിയ. അപ്പൊ ജലം ബാഷ്പമാകുന്നു, അതാണ് എന്ത് പറയുന്നത്? ബാഷ്പീകരണം അല്ലെ? ഇനി ജലം ബാഷ്പമാകുമ്പോഴേക്ക് ബാഷ്പമാണെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത് എന്താണ്? നീരാവിയാണ്. അപ്പൊ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ജലം ബാഷ്പമാകും മുകളിലേക്ക് ഉയർന്നു പോകുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായത് കൊണ്ടാണ് ജലം ബാഷ്പമാകും. ബാഷ്പീകരണ പ്രക്രിയ നടക്കുമ്പോൾ ജലം എന്തായിരുന്നു? മുകളിലേക്ക് ഉയർന്ന് പോകുന്നത്. ഇനി ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദവും കുറവായിരിക്കും. മനസ്സിലാക്കാം. ഒരു നിശ്ചിത വ്യാപ്തം വായുവില് നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടുത്തെ വായുവിന്റെ മർദ്ദം എങ്ങനെയായിരിക്കും? വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. നേരെ ഓപ്പോസിറ്റ് നോക്കുക. അപ്പൊ എന്താണ്? നിശ്ചിത വ്യാപ്തത്തില് നിശ്ചിത വ്യാപ്തം വായുവില് നീരാവിയുടെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കുക. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടുത്തെ വായുവിന്റെ മർദ്ദം എങ്ങനെയായിരിക്കും? വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. അപ്പൊ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ വായുവിന്റെ മർദ്ദം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? അതായത് ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെയും ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ആദ്യം അന്തരീക്ഷ മർദ്ദവുമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് എന്താണ്? ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആർദ്രത. എന്താണ് ആർദ്രത? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ആർദ്രത എന്ന് വിളിക്കുന്നു. ഇനി നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണോ കൂടുതലാണോ? നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ജലവും ബാഷ്പമാകുന്ന പ്രക്രിയ, ബാഷ്പീകരണം നടക്കുന്ന സമയത്ത് നീരാവി മുകളിലേക്ക് ഉയർന്നു പോകുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതിനാണ് നീരാവി മുകളിലേക്ക് ഉയർന്നു പോകുന്നത്. ഇനി ഇത് നിശ്ചിത വ്യാപ്തം വായുവില് നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം എങ്ങനെ ഇരിക്കുന്നതാണ്? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അപ്പം നീരാവി അല്ലെങ്കിൽ ഈ പറയുന്ന ആർദ്രതയാണല്ലോ നീരാവി ഉള്ള ജലത്തിന്റെ അംശത്തിനാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പൊ ആർദ്രത കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ്? ആർദ്രത കൂടിയിരിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. മനസ്സിലായി? അപ്പൊ അന്തരീക്ഷ മർദ്ദവും അതുപോലെ ആർദ്രതയും തമ്മിൽ വിപരീത അനുപാതത്തിലാണ് പോയിന്റ് നമ്മൾ അടുത്ത മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ എന്താണ്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉയരം, അതുപോലെ ആർദ്രത, അതുപോലെ താപം. എന്താണ്? ഇവിടെയും ആർദ്രത കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പൊ നമ്മൾ പഠിച്ച 3 ഘടകങ്ങളും അന്തരീക്ഷ മർദ്ദവുമായി വിപരീത അനുപാതത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പൊ എത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ? എന്താണ്? ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, അല്ലെ? ഭൂപ്രദേശത്തിന്റെ ഉയരം, ഒരു അന്തരീക്ഷത്തിലെ ആർദ്രത, അതുപോലെ സ്ഥലത്തിലെ താപത്തിന്റെ അളവ്. അപ്പൊ ഭൂപ്രദേശത്തിന്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അതുപോലെ തന്നെ സ്ഥലത്തെ താപത്തിന്റെ അളവ്. ഇത് 3മാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറഞ്ഞേ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഭൂപ്രദേശത്തെ ഉയരം, അതുപോലെ സ്ഥലത്തെ താപത്തിന്റെ അളവ്, അതുപോലെ അന്തരീക്ഷത്തിലെ ആർദ്രത. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞേ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രദേശത്തെ ഉയരം, ഒരു സ്ഥലത്തെ താപത്തിന്റെ അളവ്, അതുപോലെ അന്തരീക്ഷ വായുവിലെ ആർദ്രത. എന്താണ്? അന്തരീക്ഷത്തിലെ ആർദ്രത. അപ്പൊ എന്തൊക്കെയാണ്? ഭൂപ്രദേശത്തിലെ ഉയരം, അല്ലെ? ഭൂപ്രദേശത്തിലെ ഉയരം, പിന്നെ അന്തരീക്ഷത്തിലെ ഒരു നിശ്ചിത സ്ഥലത്തെ താപത്തിന്റെ അളവ്, അല്ലെ? താപത്തിന്റെ അളവ്, അതുപോലെ എന്താണ്? അന്തരീക്ഷത്തിലെ ആർദ്രത. ഇത് ഇത്രയുമാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. കിട്ടിയോ? അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രദേശത്തെ ഉയരം, ഒരു നിശ്ചിത സ്ഥലത്തെ താപത്തിന്റെ അളവ്, പിന്നെ അന്തരീക്ഷത്തിലെ ആർദ്രത. ഇത് 3മാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത മനസ്സിലാക്കേണ്ട പോയിന്റ്, ഉച്ചമർദ്ദം എന്നാൽ എന്താണ്? എന്താണ് ഉച്ചമർദ്ദം? ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുകയാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്ന് പറയാം. അപ്പൊ ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മാത്രം അന്തരീക്ഷ മർദ്ദം കൂടുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തെ എന്ത് വിളിക്കാം? ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കാം. അപ്പൊ ചുറ്റുപാടുകൾ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മാത്രം അന്തരീക്ഷ മർദ്ദം കൂടുകയാണെങ്കിൽ അതാണ് ഉച്ചമർദ്ദം എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് ഉച്ചമർദ്ദം എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? ഒരു ചുറ്റുപാട് അപേക്ഷിച്ച് ഒരു പ്രദേശം മാത്രം മർദ്ദം കൂടുകയാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്നാണ് പറയാ. ഇനി അടുത്ത ചുറ്റുപാട് അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കുറയുകയാണെങ്കിൽ അത് ന്യൂനമർദ്ദം എന്ന് പറയാം. അപ്പൊ എന്താണ് ഉച്ചമർദ്ദം എന്ന് പറയുന്നത്? ചുറ്റുപാട് അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കൂടുകയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ ഉച്ചമർദ്ദ മേഖലയെന്നും, ചുറ്റുപാട് അപേക്ഷിച്ച് ഒരു പ്രദേശം മർദ്ദം കുറയുകയാണെങ്കിൽ ന്യൂനമർദ്ദ മേഖലയെന്നും പറയും. ഇനി ഒരു അന്തരീക്ഷ മർദ്ദത്തിലെ സ്ഥലങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകൾ അറിയപ്പെടുന്നത് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് ആണ്. എന്താണ് ഐസോബാസ് എന്ന സമമർദ്ദ രേഖകൾ? അതായത് മർദ്ദരേഖകളാണ്, അല്ലെ? അന്തരീക്ഷ മർദ്ദത്തെ സൂചിപ്പിക്കുന്ന രേഖകളാണ്. അപ്പം ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകൾ, ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാൻ വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകളെയാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ എന്താണ്? ഐസോബാസ് എന്നാണ്. അവിടെ അന്തരീക്ഷ മർദ്ദം സമമാണ്. അപ്പൊ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് എന്ന് പറഞ്ഞാൽ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകൾ എന്ത് വിളിക്കും? സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എന്താണ് സമമർദ്ദ രേഖകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞേ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകളെയാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകൾ. എന്താണ് ആഗോള മർദ്ദ മേഖലകൾ? എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സമമർദ്ദ രേഖകൾ പഠിച്ചു, സമമർദ്ദ രേഖകൾ പഠിച്ചു, അത് ഉച്ചമർദ്ദ മേഖല പഠിച്ചു, ന്യൂനമർദ്ദ മേഖല പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. എന്നാൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അതാണ് ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തില് ഭൗമ ഉപരിതലത്തെ വിവിധ മർദ്ദ മേഖലയെ തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ ഭൗമ ഉപരിതലത്തെ വിവിധ മർദ്ദ മേഖലയെ തരംതിരിച്ചിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൗമ ഉപരിതലത്തിലെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഭൗമ ഉപരിതലത്തിലെ വിവിധ മർദ്ദ മേഖലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവയെ ആഗോള മർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ആഗോള മർദ്ദ മേഖല എന്ന് മനസ്സിലായോ? അക്ഷാംശങ്ങളിൽ ചില അക്ഷാംശങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ, ഏകദേശം അടുത്തായിരിക്കും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൗമ ഉപരിതലത്തിലെ മർദ്ദ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ആ മർദ്ദ മേഖല എന്തറിയപ്പെടുന്നു? ആഗോള മർദ്ദ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഈ ആഗോള മർദ്ദ മേഖല രൂപപ്പെടുന്നത്? അതായത് സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം. അപ്പൊ നമ്മൾ പറഞ്ഞു വിവിധ മർദ്ദ മേഖലകൾ രൂപീകരിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
സൗരോർജ്ജ ലഭ്യതയുടെ അതുപോലെ തന്നെ അതിന്റെ സൗരോർജ്ജം ലഭിക്കുന്നതിന്റെ ഏറ്റക്കുറച്ചിലിന്റെ അടിസ്ഥാനത്തിലും അതിവിടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ആഗോള മർദ്ദ മേഖലകൾ രൂപീകരിച്ചത്. മനസ്സിലാക്കോ? ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ചില അക്ഷാംശങ്ങളിൽ ആഗോളം എന്ന് ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും അല്ലെ. ചില അക്ഷാംശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്താണ് ഭൗമ ഉപരിതലത്തിലെ വിവിധ മർദ്ദ മേഖല വിവിധ മർദ്ദ മേഖല രേഖകള് വിവിധ മർദ്ദ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്? ചില അക്ഷാംശങ്ങളില് അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൗമ ഉപരിതലത്തില് വിവിധ അന്തരീക്ഷ മർദ്ദ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അന്തരീക്ഷ മർദ്ദ മേഖലകള് ഇങ്ങനെ രൂപീകരിച്ചത് അതിനെ എന്ത് വിളിച്ചു? ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിച്ചു. അപ്പൊ ആഗോള മർദ്ദ മേഖലകൾ രൂപീകരിക്കുക എന്തിന്റെ അടിസ്ഥാനം? നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷാംശങ്ങള് ഉള്ള അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് അവനെങ്ങനെ ഈ മർദ്ദ മേഖലയെ തരംതിരിച്ചിരിക്കുന്നു അല്ലെ. മർദ്ദ മേഖലയെ തരംതിരിക്കുക എന്തിന്റെ അടിസ്ഥാനത്താണ് മനസ്സിലാക്കാം? സൗരോർജ്ജത്തിന്റെ ലഭ്യത അല്ലെ. സൗരോർജ്ജം ലഭിക്കുന്നതിന്റെ ഏറ്റക്കുറച്ചിലും അതുപോലെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ അടിസ്ഥാനത്താണ് ഈ ആഗോള മർദ്ദ മേഖലകളെ രൂപീകരിച്ചത്. അപ്പൊ ആഗോള മർദ്ദ മേഖല രൂപീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്താണ്? സൗരോർജ്ജ ലഭ്യതയ്ക്കും അതുപോലെ തന്നെ എന്താണ് ഭൂമിയുടെ ഭ്രമണത്തിനും അല്ലെ. സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലും ഭൂമിയുടെ ഭ്രമണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറഞ്ഞേ. ആഗോള മർദ്ദ മേഖല രൂപപ്പെട്ടിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലും അതുപോലെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കിട്ടിയ പോയിന്റ്? മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ ആഗോള മർദ്ദ മേഖലയെ കുറിച്ച് അടിസ്ഥാനം മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. എന്തൊക്കെയാണ്? അക്ഷാംശങ്ങളിൽ ചില സ്ഥലത്ത് എന്താണ് ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൗമോപരിതലത്തിൽ വിവിധ മർദ്ദ മേഖലകൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിനെ ആഗോള മർദ്ദ മേഖലകൾ എന്നാണ് പറയുന്നത്. ഇനി ആഗോള മർദ്ദ മേഖല രൂപീകരിക്കുന്ന പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലും അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആഗോള മർദ്ദ മേഖലകൾ രൂപീകരിച്ചിരിക്കുന്നത്. കിട്ടിയോ ഇത്രയും പോയിന്റ്? അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഇനി ഭൂമിയിലെ വിവിധ മർദ്ദ മേഖലകളെല്ലാം പൊതുവെ ആഗോള മർദ്ദ മേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ വിവിധ മർദ്ദ മേഖലകൾ എന്തറിയപ്പെടുന്നു? ആഗോള മർദ്ദ മേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പിന്നെ സൂര്യന്റെ അയനത്തിനനുസൃതമായ മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. സൗരോർജ്ജ ലഭ്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചും ഭൂമിയുടെ ഭ്രമണം അനുസരിച്ചാണ് ആഗോള മർദ്ദ മേഖലകൾ നമ്മൾ രൂപീകരിച്ചെന്ന് പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെ സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് മർദ്ദ മേഖലകളിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞ എന്താണ്? സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് അല്ലെ. സൂര്യത്തിന്റെ അയനത്തിനനുസരിച്ചാണ് മർദ്ദ മേഖലകളിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. ഇനി നോക്കാം, ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾ എങ്ങോട്ട് നീങ്ങുന്നു? അപ്പൊ സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് മർദ്ദ മേഖലയിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് നമുക്ക് പറഞ്ഞോളൂ അല്ലെ. അപ്പൊ എന്താണ് ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾക്ക് എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾ വടക്കോട്ടാണ് നീങ്ങുന്നത്. സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദ മേഖലകൾ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ മർദ്ദ മേഖല നോക്കാം, ഉത്തരായന കാലത്ത് മർദ്ദ മേഖല എങ്ങോട്ട് നീങ്ങുന്നു? വടക്കോട്ടാണ് നീങ്ങുന്നത്. ഇനി ദക്ഷിണായന കാലത്ത് മർദ്ദ മേഖല എങ്ങോട്ട് നീങ്ങുന്നു? തെക്കോട്ടാണ് നീങ്ങുന്നത്. അതാണ് നമ്മൾ സൂര്യന്റെ അയനത്തിനനുസരിച്ച് മർദ്ദ മേഖലയിൽ എന്തുണ്ടാകുന്നു? സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അപ്പൊ സൂര്യന്റെ ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾ എങ്ങോട്ട് മാറുന്നു? എങ്ങോട്ട് പോകുന്നു? വടക്കോട്ട് പോകുന്നു അല്ലെ. മർദ്ദ നീങ്ങുന്നത് വടക്കോട്ടാണ്. ദക്ഷിണായന കാലത്ത് മർദ്ദ മേഖല എങ്ങോട്ട് നീങ്ങുന്നു? തെക്കോട്ടാണ് നീങ്ങുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തിലെ വിവിധ ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഇന്ന് അടുത്ത പാർട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye from me. Thank you.